ഏവർക്കും നമസ്കാരം. പ്രകൃതി ആത്മീയ പഠനത്തിന്റെ ഭാഗമായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഗയ്യ കോൺഷ്യസ്നെസിന്റെ ഗയ്യ പറയുന്നു എന്ന സീരീസിന്റെ പരമ്പരയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഗയ്യ കോൺഷ്യസ്നെസിന്റെ ഗയ്യ പറയുന്നതിന്റെ 5ാമത്തെ ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇത് പറയുന്നത് ഇങ്ങനെയാണ്: രൂപം കൊള്ളുവാനും കേടുപാടുകൾ തീർക്കാനും സംരക്ഷിക്കാനും പുറത്തുനിന്ന് ഒരു സഹായവും ആവശ്യമില്ലാത്ത എന്റെ സ്വയം ശേഷിയാണ് ജീവൻ. രൂപം കൊള്ളുവാനും കേടുപാടുകൾ തീർക്കാനും സംരക്ഷിക്കാനും പുറത്തുനിന്നും ഒരു സഹായവും ആവശ്യമില്ലാത്ത എന്റെ സ്വയം ശേഷിയാണ് ജീവൻ. ജീവൻ എന്നത് നമ്മൾ പല പല കോണ്ടെക്സ്റ്റുകളിൽ നമ്മൾ പല രീതിയിൽ നമ്മൾ പഠിച്ചതാണ്, കേട്ടതാണ്. ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് ജീവൻ എന്ന് പറയുന്ന സമയത്ത് അതില് വ്യക്തതകൾ കിട്ടാത്ത അവസ്ഥകൾ നമ്മൾ കാണാറുണ്ട്. ഇപ്പൊ സാധാരണ നിലക്ക് നമുക്ക് യന്ത്രങ്ങളെ പറ്റി അറിയാം, മെഷീൻസിനെ പറ്റി അറിയാം, അല്ലെ? നമ്മള് കാറുകള്, ബൈക്കുകള്, അല്ലെങ്കിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെഷീൻസുകള്, ഇതിൽ നമ്മൾ ഇത് പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മൾ അതിൽ കാണുന്ന ഒരു പ്രതിഭാസം, ഒരു ഫിനോമിനനെ നമുക്കറിയാം. ഇപ്പൊ സൈക്കിൾ എടുക്കുകയാണെങ്കിൽ സൈക്കിളിന്റെ പല പാർട്സുകൾ നമ്മൾ പ്രത്യേക രൂപത്തിൽ യോജിപ്പിച്ച് അത് ട്യൂൺ ചെയ്ത് അത് പ്രവർത്തിക്കുന്ന രൂപത്തിലേക്ക് ഒരു പ്രവർത്തന രൂപത്തിലേക്ക് അതിനെ മാറ്റിയെടുക്കും. അപ്പോഴാണ് നമ്മൾ സൈക്കിൾ എന്ന് അതിനെ പറയാം. ഇത് സൈക്കിളായി മാറുന്ന സമയത്ത് അതിന്റെ ഘടകങ്ങള് പല രൂപത്തിൽ വ്യത്യസ്തമായി നിൽക്കുന്ന അവസ്ഥയല്ല പിന്നീട് നമ്മൾ കാണുന്നത്. അതൊരു സ്വയം പ്രവർത്തിക്കുന്ന സംവിധാനമായിട്ട് മാറുന്നു. സ്വയം പ്രവർത്തിക്കുക എന്ന് ഉദ്ദേശിച്ചാൽ മറ്റൊരാളുടെ ജീവനുള്ള ഒരു വ്യവസ്ഥയുടെ സപ്പോർട്ടിലാണ് പ്രവർത്തിക്കുക. എന്ത് തന്നെയാലും അത് പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മൾ പുറത്തേക്ക് കാണുന്ന ഒരു പ്രവർത്തന രീതി അല്ലെങ്കിൽ പ്രവർത്തന പ്രതിഭാസം നമുക്ക് കാണാൻ കഴിയും. അതായത് നമ്മൾ പണ്ട് പറയല്ലോ, ഈ വട്ടത്തിൽ ചവിട്ടയിൽ നീളത്തിൽ പോകുന്നു പറയും സൈക്കിളിനെ പറ്റി. അപ്പോ അവിടെ എത്തുന്ന സമയത്ത് ഒരാളെ വഹിച്ചു കൊണ്ടുപോവുക എന്നുള്ള ഒരു ധർമ്മം നമുക്ക് കാണാൻ കഴിയും. അതാണ് അതിന്റെ പ്രതിഭാസം. അപ്പൊ സൈക്കിൾ ഓടുന്ന സമയത്ത് നമുക്ക് ആ പ്രതിഭാസത്തിനെ കാണാൻ കഴിയും. സൈക്കിൾ നിൽക്കുന്ന സമയത്ത് അതിനെ കാണാത്തൊരവസ്ഥ, അത് അവിടെ സ്റ്റോപ്പ് ആവും. അപ്പോ ഏതൊരു വ്യവസ്ഥയും അതിന്റെ വ്യത്യസ്ത ഘടകങ്ങളെ കൊണ്ടാണ് കൂട്ടി യോജിപ്പിച്ചത്. ഈ ഘടകങ്ങൾ പ്രത്യേക രൂപത്തില് പ്രത്യേക കാലഘട്ടത്തില് ശരിയായ രൂപത്തിൽ യോജിപ്പിക്കുന്ന സമയത്ത് അതിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് കാണുന്ന പ്രതിഭാസത്തിനെയാണ് ജീവൻ എന്ന് പറയാം, ഫിനോമിനൻ. ഇപ്പോ നമുക്ക് തൊടാൻ പറ്റാത്ത കാര്യങ്ങളും, അതായത് ടാൻജിബിൾ, അതായത് തൊടാൻ പറ്റുന്ന കാര്യങ്ങളും തൊടാൻ പറ്റാത്ത കാര്യങ്ങളും ഇവിടെ ഒരേ സമയം നിലനിൽക്കുന്നുണ്ട്. അത് നമുക്കറിയാലോ, അല്ലെ? നമ്മള് നേരത്തെ പറഞ്ഞ പോലെ വാഹനത്തിന്റെ വേഗം, ഒരു വാഹനം ഓടുന്ന സമയത്ത് നമ്മൾ അതിന്റെ ഒരു സ്പീഡ് കാണുന്നു പുറത്തേക്ക്, അത് നമുക്ക് തൊടാൻ പറ്റുന്നില്ല. ആ വാഹനം സ്റ്റോപ്പ് ആവുന്ന സമയത്ത് ആ വേഗം നമ്മൾ കാണുന്നില്ല. അതുപോലെ തന്നെ ഒരാൾ പാട്ട് പാടുന്ന സമയത്ത് നമ്മൾ ആ പാട്ടിന്റെ ഒരു ഫീലിങ്സ്, ആ ഒരു ഔട്ട്പുട്ട് നമ്മൾ കേൾക്കുന്നു. അതാണ് പാട്ടിന്റെ ജീവൻ അല്ലെങ്കിൽ ആത്മാവെന്നൊക്കെ നമുക്ക് പറയാം. അത് സ്റ്റോപ്പ് ആവുന്ന സമയം നമ്മൾ കേൾക്കുന്നില്ല, അത് അനുഭവിക്കുന്നില്ല. അപ്പൊ ജീവൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആത്മാവെന്ന് പറയുന്നത് ഒരു ആനുഭൂതികമായിട്ട് അല്ലെങ്കിൽ പ്രതിഭാസമായിട്ടാണ് നമ്മൾക്ക് അനുഭവവേദ്യമാകുന്നത്. അപ്പം ഏതൊരു വ്യവസ്ഥയുടെയും സ്വയം പ്രവർത്തിക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ ജീവൻ എന്ന് പറയാം. ഇവിടെ ഗയ്യ പറയുന്നത് സ്വയം രൂപം കൊള്ളുവാൻ, അതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. രൂപം കൊള്ളുവാൻ, അതായത് പ്രകൃതി എന്ന് നമ്മൾ പറയുന്ന സമയത്ത് പ്രകർഷണകൃതമായത്, പ്രത്യേകമായി ഉണ്ടായത് എന്ന് നമ്മൾ പറയും. അപ്പൊ സ്വയം രൂപം കൊണ്ടു, സ്വയം സംഘടിപ്പിക്കപ്പെട്ടു. അതാണ് ഒരു ജൈവ വ്യവസ്ഥ എന്ന രീതിയിൽ നമ്മൾ പറയുന്ന സമയത്ത് അത് സ്വയം രൂപം കൊള്ളുന്നു, സ്വയം സംഘടിപ്പിക്കപ്പെടുന്നു. നേരത്തെ പറഞ്ഞ സൈക്കിളോ മെഷീൻസുകളോ സ്വയം രൂപം കൊണ്ടതല്ല, അത് നമ്മളാൽ രൂപപ്പെടുത്തിയതാണ്. ജീവനുള്ള ഒരു വ്യവസ്ഥയുടെ സഹായത്താലാണ് ഇത് രൂപപ്പെടുത്തിയത്, അതിന്റെ സഹായത്താലാണ് ഇത് പ്രവർത്തിക്കുന്നത്.
പക്ഷെ ഒരു ജൈവ വ്യവസ്ഥ എപ്പോഴും സ്വയം രൂപം കൊള്ളുകയാണ് ചെയ്യുന്നത്. നമ്മളും സ്വയം രൂപം കൊണ്ടതാണ്. അതായത് ഈ മഹാഗർഭപാത്രത്തിന്റെ, ഗയ്യ എന്ന മഹാഗർഭപാത്രത്തിന്റെ ഉള്ളിലുള്ള നാമം സ്വയമേവ രൂപം കൊണ്ടതാണ്. അപ്പൊ സ്വയം രൂപം കൊള്ളുവാനും കേടുപാടുകൾ തീർക്കാനും ഇതാണ് അടുത്തത്. അതായത് എവിടെങ്കിലും കേടുപാടുകൾ ഉണ്ടെങ്കിൽ അതിനെ തീർത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് അത് സ്വയം നടത്തിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഭൂമിയിൽ തന്നെ നമ്മള് എവിടെങ്കിലും നമ്മള് പിന്നെ ഒരു തൂമ്പ, ഒരു കൈക്കോട്ട് എടുത്തിട്ട് നമ്മൾ കിളച്ചാല്, അല്ലെ, നമ്മൾ അങ്ങനെ തന്നെ കിളച്ചിട്ട് പോയാലും അതിനെ ഭൂമി അതിന്റെ ഭാഗമായി പിന്നീട് അവിടെ പുല്ലൊക്കെ മുളച്ച് അതിനെ അതാ കേടുപാടിന് ആ ഭൂമി തീർക്കുന്ന ഒരവസ്ഥ നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെ ആ ഭൂമിയുടെ മഹാഗർഭപാത്രത്തിന്റെ ഭാഗമായ നമ്മളിലും എവിടെങ്കിലും കേടുപാടുകൾ ഉണ്ടെങ്കിൽ അതിനെ തീർക്കും. നമ്മള് ഒരു ബ്ലേഡ് എടുത്തിട്ട് കൈയിന്റെ അവിടെ ഒന്ന് കട്ട് ചെയ്താല്, അല്ലെ, കട്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? ഇതിലൂടെ ബ്ലഡ് വരും. പക്ഷെ ശരീരത്തിലുള്ള 5 ലിറ്റർ ബ്ലഡ് ഈ മുറിവിലൂടെ വരുമോ? ഇല്ല. അത് ഒരു ബ്ലീഡിങ് ടൈം അല്ലെങ്കിൽ ക്ലോട്ടിങ് ടൈം ഒക്കെ ശരീരത്തിന് ഒരു ഫിക്സ്ഡ് ടൈം ഉണ്ട്. അതിന്റെ ഉള്ളിൽ ഈ സംഗതി അവിടെ സ്റ്റോപ്പ് ആവും. വേറെ പുറത്തുനിന്ന് നമ്മൾ ഇടപെടലുകളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ, അതാണ് അവിടുത്തെ ക്ലോസ്. വേറെ ഇടപെടലുകളൊന്നും നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ അതിന് വിട്ടുകൊടുത്താൽ അത് അങ്ങനെ തന്നെ ക്ലോസ് ആവും. ഇതാണ് സ്വയം കേടുപാടുകൾ തീർക്കുക. പക്ഷെ അതേസമയം നിങ്ങൾ ഒരു വാട്ടർ ടാങ്കിന്റെ ഒരു പൈപ്പ് ഡയറക്ട്ലി കട്ട് ചെയ്താല് ആ ടാങ്കിലുള്ള ഫുള്ള് വെള്ളം താഴേക്ക് വരും. അപ്പൊ നമ്മളത് റിപ്പയർ ചെയ്യണം. സ്വയം റിപ്പയർ ചെയ്യാൻ കഴിയുന്നില്ല. അപ്പൊ സ്വയം കേടുപാടുകൾ തീർക്കുന്നു, സ്വയം സംരക്ഷിക്കുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞു, നമ്മളെ ഭൂമിയില് മണ്ണിന്റെ മേലെ നമുക്ക് ഇലകൾ വന്നിട്ട് അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് കാണാം. അത്രത്തോളം അതിനെ കവർ ചെയ്യുന്നത് കാണാം. മരങ്ങൾ അതിനെ കവർ ചെയ്യുന്നത് കാണാം. അപ്പൊ അതിലേക്ക് ഡയറക്റ്റ് ഇമ്പാക്റ്റുകൾ ഇല്ലാത്ത രൂപത്തിൽ അതിനെ സ്വയം സംരക്ഷിച്ചു പോരുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ആ ഒരു മെക്കാനിസത്തിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യും. നമ്മൾ അത് പിന്നെ അതിന്റെ മേലെ പൊത ഇടുക എന്ന് പറയും. ഈ ഇതൊക്കെ വെട്ടിയിട്ട്, മരങ്ങളൊക്കെ വെട്ടിയിട്ട് അത് ഭൂമിന്റെ മേലെ ഇടും. അത് ഭൂമിന്റെ മെക്കാനിസം ആണ്. ഭൂമിന്റെ പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ട്. കൃഷി എന്ന രൂപത്തിൽ ആലോചിക്കുന്ന സമയത്ത് നമ്മൾ അതിൽ കുറച്ച് ആ രൂപത്തിൽ ചെയ്യും. അതല്ലെങ്കിൽ തന്നെ ഭൂമി സ്വന്തം തന്നെ ഈ സംരക്ഷണം നടത്തിപ്പോരുന്നു. നിങ്ങൾ ഒരു ഉദാഹരണമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അപ്പൊ ഇതിനൊന്നും പുറത്തുനിന്ന് ഒരു സഹായവും ആവശ്യമില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ ഈ പുറത്തുനിന്നൊരു സഹായം ആവശ്യമില്ലാതെ ഈ സ്വയം രൂപം കൊള്ളുവാനും സ്വയം കേടുപാടുകൾ തീർക്കാനും സംരക്ഷിക്കാനും കഴിയുന്ന ഈ ഗയ്യയുടെ കഴിവിനെയാണ് നമ്മൾ, ശേഷിയാണ് നമ്മൾ ജീവൻ എന്ന് പറയാം. അപ്പോ ആ ജീവന്റെ അംശമാണ് ഗയ്യയുടെ ഉള്ളില്, ഈ മഹാഗർഭപാത്രത്തിനുള്ള നമ്മളിലും ഉള്ളത്. അപ്പൊ ഏതൊരു ജൈവ വ്യവസ്ഥയിലും ഈ ജീവന്റെ പ്രതിഫലനങ്ങൾ, ജീവന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇന്നലെ പറഞ്ഞു നമ്മൾ യന്ത്രങ്ങളെ പറ്റി. അതായത് ഇവിടെയുള്ള ഞാനും നീയും നിന്നിലെ കോശങ്ങളും താരാഗണങ്ങളും സൗരയൂഥങ്ങളും യന്ത്രങ്ങളല്ല. ആ രൂപത്തിൽ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തിരുന്നു. അത് സ്വയം പ്രവർത്തിക്കുന്ന സംവിധാനമാണ്. അപ്പോൾ നമ്മളുടെ വിദ്യാഭ്യാസം കൊണ്ട്, എഡ്യൂക്കേഷൻ കൊണ്ടൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതെല്ലാം യന്ത്രങ്ങൾ, ആസ് എ മെഷീൻ എന്നുള്ളൊരു തോട്ടിലേക്ക്, ചിന്തയിലേക്കാണ് നമ്മൾ എത്തിപ്പെടുന്നത്. ഇതിന്റെ മേലെ ഇതിനെ നിയന്ത്രിക്കുന്ന ഒരു പ്രതിഭാസം, ഒരു ഫിനോമിനൻ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എപ്പോഴും നമ്മൾ ഒരു ഫിനോമിനൻ, ഒരു പുറത്തേക്ക് ഒരു പ്രതിഭാസം കാണുന്ന സമയത്ത് പ്രതിഭാസത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രോഗ്രാമിംഗ് ഉണ്ടാവും. അപ്പൊ ഈ സ്വയം സംഘടിപ്പിക്കപ്പെടുന്ന സമയത്ത്, അതിനെ പെർഫെക്റ്റ് ആയിട്ട് യൂണിയൻ ചെയ്യുന്ന സമയത്ത്, അതിനെ ട്യൂൺ ചെയ്യുന്ന സമയത്ത് അതിൽ അന്തർലീനമായിട്ടുള്ള ഒരു പിന്നെ നൗമിന നമ്മൾ പറയും, അതിലൊരു പ്രോഗ്രാമിംഗ് ഉണ്ട്. ഈ പ്രോഗ്രാമിംഗ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് അത് പ്രതിഭാസ രൂപേണ അത് പുറത്തേക്ക് കാണുന്നത്, അതിന്റെ പ്രവർത്തനം. അപ്പോ അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ട്യൂൺ ചെയ്ത് സ്വയം രൂപം കൊണ്ട് കേടുപാടുകൾ തീർത്ത് സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഗയ്യ എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. ആ ഗയ്യയുടെ ഉള്ളിലുള്ള നമ്മളിലും അതേ ജീവന്റെ പ്രതിഫലനങ്ങൾക്ക് നമുക്ക് കാണാൻ കഴിയും. ഏതൊരു ജൈവ വ്യവസ്ഥയിലും ഈ ജീവൻ എന്നുള്ളത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ഈ ജീവനെ നിരന്തരം നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് നമ്മൾ ജീവിതം എന്ന് പറയാം.
അങ്ങനെ ജീവിതത്തെ നിരന്തരം കൊണ്ടുപോകുന്ന ഈ ഉള്ളിലുള്ള ഈ ശക്തിയെ, ഈ ശേഷിയെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയണം. എവിടെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, ഒരു ജൈവ വ്യവസ്ഥയിൽ എവിടെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ പ്രതിസന്ധികൾ അനുഭവപ്പെടുന്ന സമയത്ത് അതിൽ നമ്മളുടെ ഇടപെടലുകൾ പരമാവധി കുറക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് വിട്ടുകൊടുക്കുക. ഇപ്പൊ പ്രകൃതിയില് ഞാൻ സംരക്ഷിക്കണം എന്നുള്ളൊരു വാദം കൊണ്ട് പലതിലും നമ്മൾ കയറി ഇടപെടും. അത് സംരക്ഷണം എന്നുള്ളത് നമ്മളുടെ കയ്യിലാണ്. അതായത് നമ്മൾ അതിന് അധീശനാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ നിന്നാണ് അത് ചെയ്യുന്നത്. അതിന് പകരം അതിന് അതേ രൂപത്തിൽ നമ്മൾ വിട്ടുകൊടുക്കുക എന്നുള്ളത്. ഇപ്പൊ ഫുക്കുവോക്കയുടെ ഒറ്റ വൈക്കോൽ വിപ്ലവമൊക്കെ കേട്ടിട്ടുണ്ടോ? 1 സ്റ്റാർ റവല്യൂഷൻ. അപ്പൊ അതിലൊക്കെ അയാൾ പറയുന്ന ഒരു കൃഷി രീതികളുണ്ട്. അവിടെ പുല്ലിന് കട്ട് ചെയ്യാൻ പാടില്ല, അല്ലെ? നിങ്ങള് കണ്ടിട്ടുണ്ടാവും. ചെറിയ വിത്തുകള് മണ്ണില് മിക്സ് ചെയ്തിട്ട് എറിയും കൾട്ടിവേഷൻ വേണ്ടിയിട്ട്. അപ്പൊ അവിടെ പ്രകൃതിയെ അല്ലെങ്കിൽ ഭൂമിയുടെ ഇടപെടാതെ, അതിനെ കൂടുതലായിട്ട് ഫോഴ്സ് ചെയ്യാതെ അതിന്റെ സ്വാഭാവികതയിലേക്ക് വിടുന്നു. പെർമാകൾച്ചർ ആ രൂപത്തിൽ നമ്മൾ ചെയ്യുന്നു. അതുപോലെ തന്നെ ശരീരത്തിലാണെങ്കിലും എവിടെങ്കിലും പ്രതിസന്ധികൾ വരുന്ന സമയത്ത് അതിനെ ആ രൂപത്തിൽ അതിന് വിട്ടുകൊടുക്കുക. അവിടെ പോയിട്ട് നമ്മൾ അതിനെ ലോജിക്ക് പ്രയോഗിച്ചിട്ട് അതിന്റെ സിസ്റ്റത്തിനെ തെറ്റിക്കാൻ നിന്നാൽ ഇത് വഴി തിരിഞ്ഞു പോകും. അപ്പൊ അതിന്റെ സ്വയം പ്രവർത്തന ശേഷി, സ്വയം സംരക്ഷണ ശേഷി നമുക്ക് മനസ്സിലാവാതെ പോകും. അതിനെ നമ്മൾ വഴിതിരിച്ചു വിടുന്ന സമയത്ത് അതിന്റെ പെർഫെക്റ്റ് ഫംഗ്ഷനിലേക്ക് അത് എത്താതെ പോകും. അപ്പൊ നമ്മളുടെ ലോജിക്ക് കൊണ്ട് ഇത് അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ആവൂലേ, ഇത് സംഭവിക്കില്ലേ, ഒരു ചിന്ത വരികയാണ്. ഇത് ചിന്ത വരാൻ കാരണം എന്താണ്? യന്ത്രങ്ങളുടെ ലോകത്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് ചിന്ത വരും. യന്ത്രങ്ങൾ മനുഷ്യനെ യന്ത്രമായി കാണുന്ന സമയത്ത്, ഭൂമിയെ യന്ത്രമായി കാണുന്ന സമയത്തൊക്കെ ഇത് ചിന്ത വരും. അതിന് പകരം ജീവൻ എന്ന പ്രതിഭാസം അന്തർലീനമായ ഒരു സിസ്റ്റം, ഒരു വ്യവസ്ഥയാണ് നാമും പ്രകൃതിയും ഗയയും എന്ന ബോധ്യം നമ്മളുടെ ഉള്ളിൽ വരുന്ന സമയത്ത് അതിന് ആ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ കഴിയും. അത്തരത്തിലുള്ള ബോധ്യം നമ്മളിലെ ജീവന്റെ ബോധ്യങ്ങൾ, ആ സ്വയം ശേഷി അറിയാനുള്ള ബോധ്യങ്ങൾ നമ്മളിൽ ഉണ്ടാവട്ടെ. അതിനായുള്ള പഠനങ്ങള്, അനുഭവങ്ങൾ നമ്മളിലൂടെ കടന്നു പോകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.